കുറേ ദിവസങ്ങളായി നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് പിന്നെ വീഡിയോ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ ബിറ്റ്കോയിൻ 70K 60K 50K എപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ബിറ്റ്കോയിൻ നല്ലതായിട്ട് ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഇപ്പോഴും ബൈ ചെയ്യാനുള്ള ഹോപ്പൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ഒന്നും കയറിയൊന്നും ബൈ ചെയ്യരുത്. ഇപ്പം നല്ല രീതിയിൽ ഹൈ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കാശ് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ബിറ്റ്കോയിനെ ഒരു ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആൾട്ട് കോയിൻ നോക്കാം. ഇപ്പോൾ ഒരു ബിറ്റ്കോയിൻ ആണെങ്കിൽ പമ്പായിട്ടും വലിയ രീതി ആൾട്ട് കോയിൻ ഒന്നും പമ്പായിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ അറിയാം, വലിയ രീതിയിൽ ഒരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ചിലതൊക്കെ പുതിയതായിട്ട് വരുന്നതോ അല്ലെ അങ്ങനെയുള്ള ചില മെമേ കോയിനുകൾ, മെമേ ടോക്കണുകൾ, കോയിനുകളെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള മെമേ ടോക്കണുകളാണ് പമ്പായിട്ടുള്ളത്. അല്ലാതെ മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ള ഇപ്പം XRP ആണ് നല്ല രീതിയിൽ തന്നെ പമ്പായി. നമ്മളതിനെ അത്ര കാര്യമാക്കിയില്ലായിരുന്നു. അത് പിന്നെ വെയിലുകൾ കയറ്റി മാക്സിമം അതിനെ പമ്പാക്കിയതാണ്. അതിൻ്റെ നല്ല രീതിയിൽ തന്നെ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും കൃത്യമാണ് എന്ത് സംഭവിക്കുക. ഇപ്പോൾ സപ്ലൈ എത്ര കൂടിയാലും നല്ല രീതി ഇപ്പം നമ്മുടെ ഡോഗിനെ അറിയാമായിരിക്കും, ഡോജ്. അപ്പോൾ ഡോജ് എലോൺ മസ്ക് അതിനെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ ഇപ്പോൾ പമ്പായത്. 40 സെൻറ്റ് 45 സെൻറ്റ് വരെയൊക്കെ എത്തി. അതെന്ന് വെച്ചാൽ അതിൻ്റെ സപ്ലൈ അതുകൊണ്ട് ട്രില്യൺ സപ്ലൈ ഉണ്ട്, അൺലിമിറ്റഡ് സപ്ലൈ ആണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സപ്ലൈ ഒരിക്കലും ഒരു ഫാക്ടർ അല്ല ആ ഒരു കോയിനായാലും. അപ്പോൾ കോയിനായാലും ടോക്കൺ ആയാലും അതിൻ്റെ മെയിനായിട്ടുള്ള ഫാക്ടർ. അപ്പോൾ അതെങ്ങനെയാണ് മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചാണ് അതിനെ പമ്പാക്കുന്നത്. അപ്പം ഡോജൊക്കെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ക്യാപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ അതിന് ആളുകൾ എന്തൊക്കെയാലും അതിനെ വാങ്ങിക്കൂട്ടും. അപ്പം പിന്നെ എലോൺ മസ്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ഡോജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡോജ് ഇപ്പോൾ തന്നെ ഇത്ര ഒരു പ്രൈസിലോട്ടായത്. പിന്നെ ഇവിടെ ക്രിപ്റ്റോയാണ് ഒരിക്കലും ഒരു സപ്ലൈ ഇപ്പോൾ കൂടിയത് അല്ലെങ്കിൽ സപ്ലൈ ഇപ്പോൾ കുറഞ്ഞ 1 ബില്യൺ ആയതൊന്നും നമ്മൾ പമ്പാവണമെന്നൊന്നുമില്ല. അപ്പം 100 മില്യൺ അല്ലെ ഒരു 500 മില്യൺ സപ്ലൈ ഉള്ളത് ചിലപ്പം ഡെഡായി തന്നെ കിടക്കും. അപ്പോൾ അതാണ് ഫാക്ടർ. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബിറ്റ്കോയിൻ ഒന്ന് വീണ്ടും ഒരു ഡംപിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വീക്കിലി ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വീക്കിലി ക്യാൻഡിൽ ഓൾറെഡി ഒരു $11,000 വരെ ഡംപായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒന്ന് കയറി. എന്ന് വെച്ചാൽ 92,000 അത്രയും വരെ വന്നില്ല. ഈ ഒരു ഏരിയ ഉണ്ടോ, 92,000 ഇത്ര, ഈ ഒരു ഏരിയ 92,461 വരെ വന്നു. ഓക്കെ, ഇത് നോക്കിയാൽ അറിയാം. 92,277 വരെയാണ് ലോ വന്നത്. 1,08,000 അത്രയാണ് നല്ല രീതിയിൽ പമ്പായത്. ഇപ്പം മന്ത്ലി ക്യാൻഡിൽ നോക്കിയാൽ ഈ ഒരു മാസം ഒരു വിക്ക് പോലാണ് പോയേക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൾട്ട് കോയിനൊക്കെ നിങ്ങൾക്ക് ഇപ്പം എൻട്രി ഒക്കെ എടുക്കാം. പക്ഷേ ആൾട്ട് കോയിൻ സീസണൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ 10x ലെവറേജ് താഴെ മാത്രം കൊടുക്കുക. ഓക്കെ, അതിൽ കൂടുതലൊന്നും 10x പോലും ലെവറേജ് എടുക്കരുത്, അത് സേഫ് അല്ല. ഓക്കെ, 10x ഒക്കെ താഴെ ആയ സേഫാണ്. നിങ്ങളപ്പം മാക്സിമം നല്ല രീതിയിൽ ഡൗൺ ആവുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ലിവറേജ് പോയിൻറ്റ് താഴ്ത്തി കൊണ്ടുപോകുക. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒരു ബമ്പ് ഉണ്ടാവും ആൾട്ട് കോയിനെല്ലാം. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പം ലിക്വിഡേഷൻ അടിച്ചു പോയെന്ന് പറഞ്ഞ് പിന്നെ എടുക്കാതിരിക്കരുത്. ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, മാക്സിമം നോക്കുക. പക്ഷേ ലിവറേജിൽ കൂട്ടിയൊന്നും എടുക്കരുത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക. വെയിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും പാനിക്കായിരിക്കും. ഇപ്പം ടോട്ടൽ എല്ലാവരും പാനിക്കായിരിക്കും. ഈ ആൾട്ട് കോയിൻ എല്ലാം ഡംപായി, ബിറ്റ്കോയിൻ ആണെങ്കിൽ പോലും ഇനിയിപ്പം ബിറ്റ്കോയിൻ അങ്ങ് ഡംപാവും. അതാണ് ആ ഒരു ചിന്തയാണ് വെയിലുകൾ മുതലെടുക്കുന്നത്. ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ പമ്പിലോട്ട് കൊണ്ടുവരും മാർക്കറ്റിനെ. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പേടിക്കരുത് ഒരിക്കലും. ഇപ്പോൾ ഒരു ഡിപ്പിലോട്ട് വന്നെന്ന് പറഞ്ഞ് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ബൈ ചെയ്യുക, നല്ല ആൾട്ട് കോയിന് ബൈ ചെയ്യുക. പിന്നെ വേംഹോൾ, ആർബിട്രം, പിന്നെ സുയാണ് ഇപ്പം അത്യാവശ്യം നല്ല പ്രൈസാണ്, അത് വേണമെങ്കിൽ ആവറേജ് ചെയ്യാം. അപ്പം വേംഹോൾ, ആർബിട്രം അതുകൊണ്ടുള്ള ടോപ്പിലുള്ള പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഡോട്ടിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. പക്ഷെ അത് നല്ല രീതിയിൽ ഇനി പഴയ പ്രൈസ് എത്തുമെന്നൊന്നും അറിയത്തില്ല, അതിന് അത്ര നമ്മൾ ഒപ്പൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആർബിട്രോം മറക്കരുത്, വേംഹോളും മറക്കരുത്. പിന്നെ പുതിയതായിട്ട് വന്ന ഓവർ പ്രോട്ടോക്കോൾ അതും നോക്കുക. അത് ഒരു വലിയ സപ്ലൈ ഉള്ളൂ, ഇപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ ഡംപിലാണ്. അപ്പോൾ അതൊക്കെ നോക്കുക. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ, പുതിയ നല്ല പ്രൊജക്റ്റുകൾ, സപ്ലൈ കുറഞ്ഞത് നല്ല പ്രൊജക്റ്റ്. ഓവർ പ്രോട്ടോക്കോൾ അത്യാവശ്യം നല്ല പ്രൊജക്റ്റാണ്. പക്ഷെ അത് നമ്മൾ എയർ ഡ്രോപ്പ് ഒക്കെ കിട്ടിയാലും അത് വലിയ രീതിയിൽ പെർഫോമൻസ് കാണിച്ചില്ല. അത് ലോങ് ടൈമൊക്കെ $5 ഒക്കെ പോകുന്നൊരു ടോക്കൺ അല്ല, അതൊരു കോയിനാണ് ഓവർ പ്രോട്ടോക്കോൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരു കൂടി നന്ദി, നമസ്കാരം.